ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ആണ്ടുവട്ടം 27-ാം ഞായറിൽ ലൂക്ക 17-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് നാം ശ്രവിക്കുന്നത്. ലൂക്കായുടെ ഉറവിടത്തിൽ നിന്നെടുത്ത ഒരാശയവും ഒരു ഉപമയുമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ശിഷ്യർ യേശുവിനോട് അപേക്ഷിക്കുന്നു. ലൂക്കാ സുവിശേഷത്തിൽ വിശ്വാസം എന്ന പരാമർശം പലയിടങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. ഈ പദം ആദ്യം പരാമർശിക്കപ്പെടുന്നത് തളർവാദ രോഗിയെ തൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നവരുടെ വിശ്വാസം യേശു ശ്രദ്ധിക്കുമ്പോഴാണ്. ശതാധിപന്റെ വിശ്വാസം ഇസ്രായേലിൽ താൻ കണ്ടെത്തിയതിനേക്കാളും കൂടുതലാണെന്ന് യേശു അഭിപ്രായപ്പെടുമ്പോൾ, ലൂക്കാ സുവിശേഷത്തിൽ വിശ്വാസത്തിന്റെ വ്യത്യസ്ത അളവുകളുടെയോ തലങ്ങളുടെയോ അംഗീകാരം ഉയർന്നു വരുന്നുണ്ട്. തുടർന്ന് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന വിടുതലിന്റെയോ രക്ഷയുടെയോ ആവർത്തിച്ചുള്ള സ്ഥിരീകരണം ലൂക്കായിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയും. ഒന്ന്, തന്റെ പാദം കഴുകിയ സ്ത്രീയോട് യേശു പറയുന്നത് 7:9. 2, രക്തസ്രാവക്കാരിയായ സ്ത്രീയോട് യേശു പറയുന്നത് 8:48. 3, താൻ സുഖപ്പെട്ടുവെന്നറിഞ്ഞ് മടങ്ങി വന്ന് നന്ദി പറയുന്ന കുഷ്ഠരോഗിയോട് യേശു പറയുന്നത് 17:19. 4, അന്ധനായ യാചകനോട് യേശു പറയുന്നത് 18:42. എന്നാൽ കടലിൽ കൊടുങ്കാറ്റിനെ ശമിപ്പിച്ച യേശു നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് ചോദിച്ച് ശിഷ്യരുടെ വിശ്വാസത്തെ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ശിഷ്യരുടെ അപേക്ഷയ്ക്ക് 2 മാനങ്ങൾ കൈവരുന്നു. ഒന്ന്, വിശ്വാസം ചലനാത്മകമായ ഒരു പ്രക്രിയയും ഒരാൾക്ക് വിശ്വാസത്തിൽ വളരാൻ കഴിയുമെന്ന തിരിച്ചറിവുമാണ്. 2, വിശ്വാസം ഒരു വ്യക്തിയുടെ സ്വന്തം ശക്തിയിലൂടെ നേടിയെടുക്കാൻ സാധിക്കുകയില്ല എന്ന തിരിച്ചറിവാണ്. ഈ 2 തലത്തിലും ലൂക്കായിൽ പ്രകടമാകുന്ന വിശ്വാസ സങ്കല്പം പൗലോസിൻ്റെതിന് സമാനമാണ്. പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നുണ്ട്: വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. നീതിയാൽ വിശ്വാസം വഴി ജീവിക്കും. റോമ 1:17. വിശ്വാസം വഴി കൃപയിലാണ് നാം രക്ഷിക്കപ്പെട്ടത്. അത് ദൈവത്തിന്റെ ദാനമാണ്. ആയതിനാൽ വിശ്വാസത്തിലൂടെയാണ് ഒരാൾക്ക് ജീവിക്കാൻ കഴിയുന്നത്. ഈ വിശ്വാസം ദൈവിക ദാനവുമാണ്. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന ശിഷ്യരുടെ അപേക്ഷയ്ക്ക് പശ്ചാത്തലമായി നിലകൊള്ളുന്നത് 17-ാം അധ്യായത്തിലെ ആദ്യ 4 വാക്യങ്ങളാണ്. അവിടെ യേശു ശിഷ്യരെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ദുഷ്പ്രേരണ നൽകാതിരിക്കുക, തെറ്റു ചെയ്യുന്ന സഹോദരനെ ശാസിക്കുക, പശ്ചാത്തപിച്ചവരോട് ക്ഷമിക്കുക, ദിവസത്തിൽ 7 പ്രാവശ്യം പാപം ചെയ്യുകയും 7 പ്രാവശ്യം പശ്ചാത്തപിക്കുകയും ചെയ്യുന്നവരോട് ക്ഷമിക്കുക. ഇക്കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് ആഴമേറിയ വിശ്വാസം വേണമെന്നാണ് ശിഷ്യർ ആഗ്രഹിക്കുന്നത്. കൂടുതൽ വിശ്വാസത്തിനുള്ള ശിഷ്യരുടെ അപേക്ഷ യേശു ഊഷ്മളമായി സ്വീകരിക്കുന്നില്ല. പകരം വിശ്വാസത്തിന്റെ സ്വഭാവം അവർ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് യേശുവിന്റെ മൂർച്ചയുള്ള ഉത്തരം സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നും എന്നാൽ തെറ്റു ചെയ്യുന്നവരെ
നേരിടാനും അവരോട് ക്ഷമിക്കുവാനുമുള്ള യേശുവിന്റെ വെല്ലുവിളി ഏറ്റെടുക്കുന്നതിന് കൂടുതൽ വിശ്വാസം ആവശ്യമാണെന്ന് ശിഷ്യർ അനുമാനിച്ചു. വിശ്വാസത്തെക്കുറിച്ചുള്ള അവരുടെ മിഥ്യാധാരണകളെ യേശു തകർക്കുകയാണ്. ഒരു ചെറിയ കടുകുമണിയോളം പോലും വിശ്വാസം അവർക്കില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു സിക്കമൂർ മരത്തെ 60 അടി വരെ ഉയരമുള്ള ആഴത്തിൽ വേരുകളുള്ള ഒരു വലിയ മരം അവർക്ക് ചുവടോടെ ഇളകി കടലിൽ വേരുറക്കാൻ ആജ്ഞാപിക്കാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് ശിഷ്യർക്ക് കൂടുതൽ വിശ്വാസം വേണം എന്നതിലല്ല, മറിച്ച് സാധാരണ മനുഷ്യ അനുഭവങ്ങളെ വെല്ലുവിളിക്കുന്ന വിധത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ വിശ്വാസം ദൈവത്തെ പ്രാപ്തനാക്കുന്നു എന്ന് ശിഷ്യർ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്ഭുത പ്രവൃത്തികൾ ചെയ്യാനോ അതിശയകരമായ തന്ത്രങ്ങൾ ചെയ്യാനോ കഴിയുന്നതിനെ കുറിച്ചല്ല യേശു പറയുന്നത്. നേരെ മറിച്ച് ചെറിയ വിശ്വാസമുണ്ടെങ്കിൽ പോലും ശിഷ്യത്വത്തെക്കുറിച്ചുള്ള യേശുവിന്റെ പഠനങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ കഴിയുമെന്ന് യേശു ശിഷ്യർക്ക് ഉറപ്പ് നൽകുന്നു. പ്രതിഫലമില്ലാതെ സേവിക്കുന്ന ദാസന്റെ ഉപമ വിശ്വാസത്തിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ഈ ഭാഗത്തെ ഉപസംഹരിക്കുകയാണ്. നമ്മൾ എത്ര ചെയ്താലും നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ചെയ്യാൻ കഴിയില്ലെന്ന് ഈ ഉപമ ഉറപ്പിക്കുന്നു. ആദ്യ നൂറ്റാണ്ടിൽ അടിമകളുടെ ജീവിതത്തെ നിയന്ത്രിച്ചിരുന്ന ആചാരങ്ങളുമായി ശ്രോതാക്കൾക്ക് പരിചയം ഉണ്ടുവെന്ന് ഉപമ അനുമാനിക്കുകയാണ്. വയലിലെ പണിയും വീട്ടുജോലികളും ചെയ്യുന്ന ഒരു അടിമയായുള്ള ഒരു ചെറുകിട കർഷകനെ ഉപമ അനുമാനിക്കുന്നു. അങ്ങനെയുള്ള അടിമയോട് അവൻ വയലിൽ നിന്ന് വരുമ്പോൾ നീ ഉടനെ വന്ന് ഭക്ഷണത്തിന് ഇരിക്കുക എന്ന് യജമാനൻ ഒരിക്കലും പറയില്ല. പകരം വയലിൽ നിന്ന് വന്നതിന് ശേഷം തനിക്ക് വേണ്ടിയുള്ള ഭക്ഷണം തയ്യാറാക്കുന്നതിലേക്ക് അടിമ ശ്രദ്ധിക്കണമെന്നേ യജമാനൻ പ്രതീക്ഷിക്കുകയുള്ളൂ. യജമാനനെ സേവിച്ചതിന് ശേഷം മാത്രമേ ദാസന് തന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയൂ. കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്തതിന് യജമാനൻ ദാസനോട് നന്ദി പറയുക പോലും ചെയ്യില്ല. ദാസൻ ആഗ്രഹിക്കുന്നതോ പ്രതീക്ഷിക്കുന്നതോ ആയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഉപമ പരാമർശിക്കുന്നില്ല. ഉപമ സംസാരിക്കുന്നത് മുഴുവൻ യജമാനൻ എന്ത് ദാസനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്നതാണ്. തങ്ങൾ ദൈവത്തിന്റെ ദാസരാണെന്ന് ഗ്രഹിക്കാൻ ഉപമ ശിഷ്യരെ വെല്ലുവിളിക്കുന്നു. അതിനാൽ ശിഷ്യർ ആവശ്യമുള്ളതെല്ലാം ചെയ്യുമ്പോഴും അവർ പ്രതിഫലം പ്രതീക്ഷിക്കുന്ന ഒന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കണം. ആവശ്യങ്ങൾ യാഥാർത്ഥ്യമല്ലെന്ന് തോന്നുമ്പോഴും ഒരു സേവകൻ ആവശ്യമുള്ളതും പ്രതീക്ഷിക്കുന്നതും മാത്രമാണ് ചെയ്യുന്നത്. പകൽ മുഴുവൻ വയലിൽ ജോലി ചെയ്തും ആടുകളെ മേയിച്ചും വീട്ടിലെത്തുന്ന സേവകനോട് തന്റെ സായാഹ്ന ഭക്ഷണം തയ്യാറാക്കാൻ യജമാനൻ പറയുന്നത് ശരിയാണെങ്കിൽ സഹോദരനോട് ഒരു ദിവസം 7 പ്രാവശ്യം ക്ഷമിക്കാൻ ദൈവത്തിന്റെ ദാസരായ ശിഷ്യരോട് ആവശ്യപ്പെടുന്നതും ശരിയാണ്. തങ്ങളിൽ നിന്നും ആവശ്യപ്പെടുന്നതെല്ലാം ദാസർ ചെയ്താലും അവർ പ്രയോജനരഹിതരാണ്. ജോബിനെ കുറിച്ചുള്ള എലിഫാസിന്റെ ചോദ്യത്തിന് സമാനമാണ് ഉപമയിലെ ചിന്ത. ദൈവത്തിന് മനുഷ്യനെ കൊണ്ട് എന്ത് ഉപകാരം? ഒരുവൻ ജ്ഞാനിയായതുകൊണ്ട് പ്രയോജനം അവന് തന്നെ. നീ നീതിമാനായിരിക്കുന്നത് കൊണ്ട് സർവശക്തന് നേട്ടമുണ്ടോ? നിന്റെ മാർഗം കുറ്റമറ്റതാണെങ്കിൽ അവിടത്തേക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ? ജോബ് 22:2-3 വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം അടിയുറച്ചതും അഗാധവുമായിരിക്കണം. വിശ്വാസം ചലനാത്മകവും ആധികാരികവുമായിരിക്കണം. അതേസമയം വിശ്വാസം സ്വന്തം ശക്തിയാൽ നേടിയെടുക്കാൻ കഴിയില്ലെന്ന ഉറപ്പ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് ദൈവത്തിൻ്റെതല്ലാത്തതോ ദൈവം ആവശ്യപ്പെടാത്തതോ ആയ ഒരു സത്കൃത്യവും ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. നീതീകരണത്തിന്റെ അവകാശ പത്രികയൊന്നും കൂടാതെ ദൈവസന്നിധിയിൽ നിൽക്കുക മാത്രമേ നാം ചെയ്യേണ്ടതുള്ളൂ.
ചുമതല ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് എവിടെയായാലും എപ്പോഴായാലും നാം ചെയ്യേണ്ടത്. എന്തുമാത്രം കഠിനമായി അധ്വാനിച്ചാലും എത്ര നന്നായി ചുമതലകൾ നിറവേറ്റിയാലും കടമ അനുസരിച്ച് പ്രവർത്തിച്ച പ്രയോജനരഹിതനായ ദാസന്റെ മനോഭാവമായിരിക്കണം നമുക്ക് പ്രതിഫലമില്ലാതെയുള്ള കർമ്മം, നിഷ്കാമ കർമ്മം തന്നെയാണ് ഇന്ത്യൻ ആധ്യാത്മികതയുടെ കാതൽ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.